നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയെ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾക്കാണ് മാർക്കറ്റ് വാച്ച് മറുപടി നൽകുന്നത്. അതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഈ വാരം വലിയ ചാഞ്ചാട്ടമാണ് വിപണിയിൽ ഉണ്ടായത്. പ്രത്യേകിച്ചും അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ തീരുമാനത്തിന് ശേഷം വിപണിയിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടായെങ്കിലും പിന്നീട് വീണ്ടും ആഗോള വിപണിയിലെ സമ്മർദ്ദങ്ങൾ ഇന്ത്യൻ വിപണിയെ ബാധിക്കുന്നത് നമ്മൾ കണ്ടു. വ്യാഴാഴ്ചയും വലിയ സമ്മർദ്ദത്തിലായിരുന്നു വിപണിയുടെ ക്ലോസിംഗ് ഉണ്ടായത്. ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പാ നയം പ്രഖ്യാപിക്കുകയാണ്. പലിശ നിരക്കിൽ നേരിയ കുറവ്, 0.5% കുറവുണ്ടാകുമെന്നാണ് വിപണിയുടെ പ്രതീക്ഷ. അതാണ് ഇനി ഏറ്റവും പ്രധാനമായും വിപണി കാത്തിരിക്കുന്നത്. ഭുവനേന്ദ്രൻ, ഫെഡറൽ റിസർവിൻ്റെ ഒരു തീരുമാനത്തിന് ശേഷം ഒരു ചെറിയ റിക്കവറി കണ്ടതാണ്. വീണ്ടും ഒരു ഗ്ലോബൽ ഫിയേഴ്സൊക്കെ മാർക്കറ്റിനെ ബാധിക്കുന്നതാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഇതൊരു ഗ്ലോബൽ ക്രൈസിസ് തന്നെയാണ്. യൂറോപ്പിൻ്റെ ക്രൈസിസ് ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിന്, അതുപോലെ ചൈനയുടെ സ്ലോ ഡൗൺ ഒക്കെ തന്നെ എഫക്റ്റ് ചെയ്യുന്നത്. ഇന്ത്യ അതുപോലെ FISന്റെ വിഡ്രോവൽ. ഇതിൻ്റെ ഒരു പ്രധാന റീസൺ, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ്റെ ഒരു പ്രധാന റീസൺ ഈ US-ൻ്റെ ഫെഡിൻ്റെ തീരുമാനം വന്നതിന് ശേഷം മാർക്കറ്റിൽ റൈഡ് വന്നു. എന്നാൽ അത് ഒരു ക്രൂഷ്യൽ ലെവൽ 8050 നമ്മൾ പറഞ്ഞല്ലോ, അത് ബ്രേക്ക് ചെയ്യാൻ വീണ്ടും മാർക്കറ്റിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതേസമയത്ത് വീണ്ടും യൂറോപ്പിൻ്റെ ക്രൈസിസ്, FISന്റെ വിഡ്രോവൽ തന്നെയാണ് ഇന്ന് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. FISന്റെ ഒരു ഹ്യൂജ് വിഡ്രോവൽ, 2300 crore ഈ ആഴ്ചയും അവർ സെല്ലിംഗ് സൈഡിൽ തന്നെയാണ്. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പരിധിവരെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വിഡ്രോവൽ നിന്നെങ്കിൽ മാത്രമേ മാർക്കറ്റിന് ഫർദർ റൈഡ് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് വരും ദിവസങ്ങളിലൊക്കെ തന്നെ മാർക്കറ്റ് റേഞ്ച് ബൗണ്ടായിട്ട് മൂവ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഒരു 8050, 8100 എന്ന് പറയുന്ന അപ്പർ സൈഡും 7500 എന്ന് പറയുന്ന ഒരു ഡൗൺ സൈഡ്, അടുത്തൊരു 1 month മൂവിങ് റേഞ്ച് അത് തന്നെയായിരിക്കും. ഇപ്പോൾ അഭിലാഷ് പറഞ്ഞല്ലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസി ചൊവ്വാഴ്ച വരുന്നു. പക്ഷെ ഒരു 25 basis point ഓൾറെഡി മാർക്കറ്റ് ഡിസ്കൗണ്ടഡ് ആണ്. ഇപ്പോൾ ഒരു 25 basis point കട്ട് ചെയ്താലും വലിയ ഷാർപ്പായുള്ള റൈഡൊന്നും മാർക്കറ്റിൽ സംഭവിക്കാനുള്ള സാധ്യതയില്ല. അതൊരിക്കലും മാർക്കറ്റിനെ 8050 മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അടുത്ത മാർക്കറ്റിൻ്റെ ഒരു മൂവിങ് റേഞ്ച് എന്ന് പറയുന്നത് ഈ 8050, 100 എന്ന് പറയുന്നു, 7500 എന്ന് പറയുന്ന റേഞ്ചിൽ അടുത്തൊരു മാസം മാർക്കറ്റ് മൂവ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അതല്ലെങ്കിൽ ഗ്ലോബലി വളരെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ട്രിഗർ വരണം. അതുപോലെ തന്നെ നമ്മളുടെ ഒരു 50 basis point കട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിൽ ഇമ്മീഡിയറ്റ് ഒരു റൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. 50 BPS കട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷെ അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. പക്ഷെ എനിക്കത് ചെയ്യും എന്ന് തോന്നുന്നില്ല. 25 basis point ആണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അതേസമയത്ത് 25 basis point കട്ട് വന്നില്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് താനും. ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും മാർക്കറ്റിൻ്റെ മൂവ് എന്ന് പറയുന്ന തീരുമാനം, ഇപ്പോൾ 25 basis point പോലും കട്ട് വന്നില്ലെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പുതിയ മൂവിങ് റേഞ്ച് ഫിക്സ് ചെയ്യാനുള്ള സാധ്യത, ഇപ്പോൾ 7500, 8100 എന്ന് പറയുന്ന ഒരു റേഞ്ച്, ദെൻ റേറ്റ് കട്ട് വന്നില്ലെങ്കിൽ അത് വീണ്ടും ഡൗൺ സൈഡ് ബ്രേക്ക് 7400, 7800 എന്ന് പറയുന്ന പുതിയൊരു മൂവിങ് റേഞ്ച് ഫിക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റേറ്റ് കട്ടിന്റെ സൂചന തന്നെയാണ് RBI ഗവർണർ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നൽകിയത്. അല്ല, കുറെ ഒരു ഡ്യൂ ആയിരിക്കുകയാണ്. റേറ്റ് കട്ടിനുള്ള സാധ്യത, പോസിബിലിറ്റി വളരെ കൂടുതൽ തന്നെയാണ്. പക്ഷേ ഒരു 25 basis point മാർക്കറ്റിൽ വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. മാക്സിമം ഒരു 100 pointsന്റെ റൈഡ് നമുക്ക് കറണ്ട് ലെവലിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്നാലും ഈ ഒരു ന്യൂസ് ഒരിക്കലും 8050, 8100 എന്ന് പറയുന്ന റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഒരു 0.5% കട്ട് ഓൾറെഡി മാർക്കറ്റ് ഡിസ്കൗണ്ടഡാണെന്ന് താങ്കൾ പറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് ഏത് സ്ട്രാറ്റജിയാണ് എടുക്കേണ്ടത്? ഏതൊക്കെ സെക്ടറിലാണ് ഈ സാധ്യത? ഇതിപ്പോൾ എല്ലാ സെക്ടറിലും ഫാർമ സെക്ടർ വളരെ പോസിറ്റീവാണ്. ബാങ്കിങ് സെക്ടർ വാല്യുവേഷൻ ഫെയർ ആണ്. ഫാർമ സെക്ടർ വാല്യുവേഷൻ ഫെയർ അല്ല, പക്ഷേ ഒരു പ്രോമിസിങ് സെക്ടറാണ്. ഓട്ടോമൊബൈൽ സെക്ടർ, അതുപോലെ ഇൻഫ്ര, ഇപ്പോൾ L&T ഡൗൺഗ്രേഡ് ചെയ്തു, അതൊക്കെ L&Tയിൽ വലിയ കറക്ഷൻ. പക്ഷേ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ L&T ഒക്കെ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് തന്നെയാണ്. അടുത്തൊരു 6 months എന്ന് പറയുന്ന മാർക്കറ്റിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളൊരു ടൈം തന്നെയായിരിക്കും, ടിൽ മാർച്ച് വരെ. അതിൻ്റെ റീസൺസ് ഒക്കെ ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കാരണം എലക്ഷൻ വരുന്നു, എലക്ഷൻ റിസൾട്ട്, പോളിസി ഡിസിഷൻസ്, ഇതിൻ്റെ ഫാസ്റ്റായിട്ട് ഗവൺമെൻറ് ഡിസിഷൻസ് വരിക, ഇതിനൊക്കെ അഗൈൻ അടുത്തൊരു മാർച്ച് വരെ സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്, അതല്ലെങ്കിൽ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കാം ഇൻവെസ്റ്റേഴ്സ് ആ ഒരു ഡിസിഷനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. പക്ഷേ കറണ്ട് ലെവൽ വീണ്ടും മാർക്കറ്റ് കറക്റ്റ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം കറക്ഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഗ്ലോബലി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴത്തെ കറണ്ട് ലെവൽ അഡ്വൈസബിൾ അല്ല. ഇപ്പോൾ സെക്ടർ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള സെക്ടർ ഫാർമ തന്നെയാണ്. സൺ ഫാർമ പോലെയുള്ള എത്രയോ നല്ല ഫാർമ സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. അതിൽ ഓട്ടോമൊബൈൽ വളരെ ഫെയർ വാല്യൂവിൽ നിൽക്കുന്നു. ബാങ്കിങ് സ്റ്റോക്കുകൾ, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ,
IT വളരെ പോസിറ്റീവാണ്. റുപ്പി ഡിപ്രിഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും IT-ക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ എല്ലാ സെക്ടറും, റിയാലിറ്റി ഒഴിച്ച് എല്ലാ സെക്ടറും വളരെ പോസിറ്റീവായിട്ട് സെക്ടർ തന്നെയാണ്. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ, അതുപോലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി നല്ലൊരു സെക്ടറാണ്. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ഈ എല്ലാ സെക്ടറും പരിഗണിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പക്ഷേ അടുത്തൊരു 6 മാസം എന്ന് പറയുന്ന മാർക്കറ്റിൽ ഒരു വൺ സൈഡ് റൈഡിനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറവ് തന്നെയാണെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ ആ ബീഹാർ ഇലക്ഷൻ, അതിൻ്റെ സാധ്യത, ഇതൊക്കെ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ പുതിയ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിട്ട് ഓരോ ന്യൂസുകളും, അത് ഗ്ലോബൽ ന്യൂസും പൊളിറ്റിക്കൽ ന്യൂസും എക്കണോമിക് ന്യൂസും എല്ലാം തന്നെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. കാരണം ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മളിപ്പോൾ മാർക്കറ്റ് ഹൈ ബ്രേക്ക് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ ഓരോ റീസൺസും മാർക്കറ്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ FISന്റെ തിരിച്ചുവരവ്, ഇതെല്ലാം അനുകൂലമാണെങ്കിൽ FIS തീർച്ചയായിട്ടും തിരിച്ചു വരും. അപ്പോൾ FISന്റെ ഒരു മടങ്ങിവരവില്ലാതെ മാർക്കറ്റിൽ ഒരു പുതിയ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനുള്ള സാഹചര്യം ഗവൺമെൻറ്റും RBIയും എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ റൈഡ് വരാനുള്ള സാധ്യതയുള്ളൂ. മാർക്കറ്റ് വാച്ചിൽ ഇനിയൊരു ഇടവേളയാണ്. അതിനുശേഷം ഈ ആഴ്ച വന്ന ഇമെയിലുകൾ പരിശോധിക്കാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ആഴ്ച വന്ന കത്തുകൾ അശ്വിൻ്റെ പോർട്ട്ഫോളിയോ നൽകിയിട്ടുണ്ട്. ഫ്യൂച്ചർ റീറ്റെയിൽ, ഫെഡറൽ ബാങ്ക്, ITC, വണ്ടർല, മണപ്പുറം, പീഡ്ലൈറ്റ്, അശോക് ലെയ്ലാൻഡ്, സ്നോമാൻ ലോജിസ്റ്റിക്, മാർക്സ് ആൻഡ് ഫാർമ. വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ് അഭിലാഷ്. ഇതിനകത്ത് ഫ്യൂച്ചർ റീറ്റെയിൽ ഒരു റീസ്ട്രക്ചറിങ് പാതയിലാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. ലോങ് ടേം വ്യൂവിൽ എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന വളരെ നല്ലൊരു റൈഡ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് തന്നെ. 106.92 മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ഈ 100 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 106 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണാണ്. അതൊരു ഫസ്റ്റ് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് തന്നെ പരിഗണിക്കാം. 140 സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ദെൻ ഫെഡറൽ ബാങ്ക് ലാസ്റ്റ് വീക്ക് ഒരു കറക്ഷന് ശേഷം ആ സ്റ്റോക്കിൽ ഒരു റൈഡ് നമ്മൾ കണ്ടു. അഗെയിൻ 58 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണാണ്. ദെൻ 52. 2 സ്റ്റേജായി ഈ സ്റ്റോക്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 75 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ലോങ് ടൈം വ്യൂവിൽ ഫെഡറൽ ബാങ്ക് സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് തന്നെയാണ്. ദെൻ ITC ആണ്. വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. ITCയും ഒരു ലോങ് ടൈം സ്റ്റോറി തന്നെയാണ്. 300 അതുപോലെ തന്നെ 280 2 സപ്പോർട്ട് ലെവൽ. 340 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ലോങ് ടൈം വ്യൂവിൽ ഒരു പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന വളരെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഇതിൽ നമ്മൾ ഈ ഫ്യൂച്ചർ റീറ്റെയിൽ, ഫെഡറൽ ബാങ്ക്, ITC ഈ സ്റ്റോക്കിൻ്റെ സെലക്ഷൻ എല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോക്ക് സെലക്ഷൻ തന്നെയാണിത്. ദെൻ വണ്ടർല വളരെ നല്ല സെലക്ഷൻ. 270 ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാവുന്ന ലെവലാണ്. ദെൻ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 250. 340 സ്റ്റോക്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ്. ദെൻ മണപ്പുറം ഫൈനാൻസ് മാത്രമേ ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ട് അല്ല. വാല്യുവേഷൻ ഫെയർ ആണ്. പക്ഷേ വലിയ റൈഡ് നമുക്ക് കറണ്ട് ലെവലിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അഗൈൻ 20 and 17 2 സപ്പോർട്ട് ലെവലാണ്. 32 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മാർക്കറ്റിൽ റൈഡ് സംഭവിക്കുകയാണെങ്കിൽ 32 ലെവൽ വരെ മൂവ് ചെയ്യാം. ദെൻ പിഡിലൈറ്റ് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. 540 and 500 2 സപ്പോർട്ട് ലെവലാണ്. വളരെ ഫെമിലിയറായി വളരെ സൗണ്ട് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും പരിഗണിക്കുക. 2 സ്റ്റേജായി 540 and 500 2 സപ്പോർട്ട് ലെവലാണ്. 620 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ അശോക് ലെയ്ലാൻഡ് വളരെ നല്ല മൂവ് ലാസ്റ്റ് ഒരു 1 year ആയിട്ട് വളരെ ഇൻവെസ്റ്റേഴ്സിന് വളരെ നല്ല റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. 85 വളരെ ഒരു മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് സോണാണ്. അതുപോലെ 79 2 സ്റ്റേജായി അശോക് ലെയ്ലാൻഡ് ലോങ് ടൈം വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 100 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. പക്ഷേ 100 പോലും മാർക്കറ്റിൽ റൈഡ് സംഭവിക്കുകയാണെങ്കിൽ 100 ലെവൽ പോലും ബ്രേക്ക് ചെയ്യാം. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് അശോക് ലെയ്ലാൻഡ്. അതുപോലെ തന്നെ സ്നോമാൻ, ഇദ്ദേഹത്തിൻ്റെ സെലക്ഷൻ എല്ലാം തന്നെ മണപ്പുറം ഒഴിച്ച് ബാക്കി സ്റ്റോക്ക് എല്ലാം തന്നെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. വാല്യുവേഷന് ഫെയർ ആണ്. ഈവൻ സ്നോമാൻ പോലും 90 ലെവൽ വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. അതിൽ 81 വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. 90 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ തന്നെയാണ്. ഇതിനൊരു മാറ്റം സംഭവിക്കണമെങ്കിൽ ഈ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട്, ആ റിസൾട്ട് മോശമാവുകയാണെങ്കിൽ ഈ സ്റ്റോക്കിലൊക്കെ തന്നെ ഇൻഡിവിജ്വൽ സ്റ്റോക്കിലുള്ള കറക്ഷൻ അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള കറക്ഷൻസ് നമുക്ക് കാണാം. എന്തായാലും നെക്സ്റ്റ് വീക്കോടുകൂടി ഇലക്ഷൻ, നെക്സ്റ്റ് വീക്കല്ല അടുത്ത 2 വീക്സിനുള്ളിൽ റിസൾട്ട് സീസൺ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ റിസൾട്ട് കൂടി സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് കൂടി സ്റ്റഡി ചെയ്യുന്നത് നന്നായിരിക്കും. എന്തായാലും സ്നോമാൻ 90 എന്ന് പറയുന്ന ലെവൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ തന്നെയാണ്. 120 ഒരു മേജർ റെസിസ്റ്റൻസ്. ദെൻ മാർക്സ് ആൻഡ് ഫാർമ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 86 and 70 2 സപ്പോർട്ട് ലെവലാണ്. 120 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. വളരെ നല്ല സ്റ്റോക്ക് സെലക്ഷനാണ്.
വളരെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. ഇത് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വരാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് പോലും ഈ സ്റ്റോക്കിൻ്റെ സെലക്ഷൻ വളരെ നല്ലതാണ്. വളരെ ഫെയർ വാല്യൂ, അതേ സമയത്ത് തന്നെ ഒരു ആവറേജ് വാല്യൂവിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കുകളും നമ്മൾ തന്നെ പല ഘട്ടങ്ങളിലും റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്ക് അല്ല, അതിനെ ബേസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തൊരു പോർട്ട്ഫോളിയോ ആണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം വളരെ സൗണ്ട് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഇത് മറ്റ് നിക്ഷേപകർക്കും ഇതൊരു മാതൃക ആക്കാവുന്ന ഒരു പോർട്ട്ഫോളിയോ തന്നെയാണ്. 1-2 സ്റ്റോക്ക് മാത്രമേ ഇതിനകത്ത് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അടുത്ത കത്തിലേക്ക് പോകാം. ശ്രീ വിനിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര, സിപ്ല, സൺഫാർമ തുടങ്ങിയ പോർട്ട്ഫോളിയോ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒപ്പം തന്നെ ചില സ്റ്റോക്കുകളുടെ അഭിപ്രായവും അദ്ദേഹം ഇമെയിലിൽ ചോദിക്കുന്നുണ്ട്. അഭിലാഷ്, എല്ലാം ഈ ആഴ്ച വന്നിരിക്കുന്ന ലെറ്ററൊക്കെ തന്നെ സ്റ്റോക്കിൻ്റെ സെലക്ഷൻ വളരെ നല്ല സ്റ്റോക്ക് സെലക്ഷനാണ്. ഇതിൽ ഫസ്റ്റ് ആദ്യമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂവിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മൂവ് ചെയ്യുന്നത്. 220 and 200 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഞാൻ ഈ 200 ലെവലിലേക്ക് വരാനുള്ള പോസിബിലിറ്റി മാർക്കറ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൻ്റെ റീസൺ ഗ്ലോബൽ ഇഷ്യൂ, അതുപോലെ തന്നെ നമ്മളുടെ റിസൾട്ട് സീസൺ, അതുപോലെ റേറ്റ് കട്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ മാർക്കറ്റിൽ കറക്ഷനുള്ള പോസിബിലിറ്റിയും നിലനിൽക്കുന്നുണ്ട്. അത് 220 and 200 രണ്ട് സപ്പോർട്ട് ലെവലാണ്. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. 280 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ അദ്ദേഹം ആക്സിസ് ബാങ്ക് ആണ്, വാല്യുവേഷൻ ഫെയർ ആണ്. 480, 430 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 600 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ഇൻഫോസിസ് ആണ്. ഇൻഫോസിസിൻ്റെ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂലാണ്. വീണ്ടും ഈ സ്റ്റോക്ക് 1050 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. ദെൻ 930, അപ്പോൾ രണ്ട് സ്റ്റേജായി 1050 and 930 രണ്ട് സ്റ്റേജായി ഇൻഫോസിസിൽ എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്. 1200 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടെക് മഹീന്ദ്ര വളരെ ഫെയർ വാല്യൂവിൽ മൂവ് ചെയ്യുന്നു. 520 and 460 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 600 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. വളരെ ഫെയർ വാല്യൂവിൽ മൂവ് ചെയ്യുന്നു. അത് അടുത്തൊരു പ്രോമിസിങ് സെക്ടർ തന്നെയാണ് IT. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. അതിൽ ടെക് മഹീന്ദ്ര വളരെ നല്ല കറക്ഷൻ നേരിട്ടൊരു സ്റ്റോക്കാണ്. ഇപ്പോഴത്തെ വാല്യൂഷൻ പോലും ഫെയർ ആണ്. ദെൻ സിപ്ലയുടെ വാല്യൂഷന് ഫെയർ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. ഫാർമയിൽ 600 and 560 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 720 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ സൺഫാർമയാണ്. ഇപ്പോഴത്തെ ഫാർമ സെക്ടറിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ആ സ്റ്റോക്കിൻ്റെ വാല്യുവേഷനും ഫെയർ ആണ്. 850 ലെവൽ വരികയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ 790 രണ്ട് സ്റ്റേജായി ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാൻ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 1000 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അംബുജ സിമെൻ്റ് ആണ്. അംബുജ സിമെൻറ്റിൻ്റെ വാല്യുവേഷനും ഫെയർ ആണ്. അടുത്തൊരു പ്രോമിസിംഗ് സെക്ടർ തന്നെയാണ് അംബുജ സിമെൻറ്റ്. അതുപോലെ തന്നെ അൾട്രാടെക് സിമെൻറ്റൊക്കെ തന്നെ വാല്യുവേഷൻ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ നേരിട്ടു. അപ്പോൾ ആ സ്റ്റോക്കൊക്കെ തന്നെ സിമെൻറ്റ് സെക്ടറൊക്കെ തന്നെ നന്നായി പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് അംബുജ സിമെൻറ്റ്. അതുപോലെ തന്നെ അൾട്രാടെക് ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. അംബുജ സിമെൻറ്റ് 200 and 184 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 230 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ 1000 വരെ മൂവ് ചെയ്തതിന് ശേഷം വളരെ ഷാർപ്പായുള്ള കറക്ഷൻ നേരിട്ടു. എഗെയിൻ ഈ സ്റ്റോക്ക് ഒരു 760 ലെവലിലേക്ക് വരികയാണെങ്കിൽ അത് ഫസ്റ്റ് സ്റ്റേജ് എൻട്രി ലെവലാണ്. ദെൻ 734 രണ്ട് സ്റ്റേജായി ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഏകദേശം 25% ഈ സ്റ്റോക്കിൽ കറക്ഷൻ നേരിട്ടു. അപ്പോൾ ഇപ്പോഴൊരു ഫെയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. അടുത്തൊരു കറക്ഷനോട് കൂടി ഈ സ്റ്റോക്കിൽ എൻട്രി അഡ്വൈസബിൾ ആണ്. 900 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. അതുപോലൊരു മൈനർ റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റിൽ ഒരു റൈഡ് സംഭവിക്കുകയാണെങ്കിൽ ആ ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ കോറമണ്ടൽ ഈ സ്റ്റോക്ക് കണ്ടിന്യൂസ് കറക്ഷൻ മോഡിലാണ്. തൽക്കാലം ഈ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. 140 and 124 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 200 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ കോൾ ഇന്ത്യ ആണ്. 300 ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. വാല്യുവേഷൻ വളരെ ഫെയർ തന്നെയാണ്. 284 and 300 രണ്ട് സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. ഞാൻ ഈ എപ്പിസോഡിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ അടുത്തൊരു 3 to 4 months എന്ന് പറയുന്നത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലൊരു ടൈം നമുക്ക് ചിലപ്പോൾ ലഭിക്കാം. അതുപോലും വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് വളരെ നല്ല സ്റ്റോക്കുകളിൽ എൻട്രി ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ കറക്ഷനൊക്കെ തന്നെ വളരെ കുറച്ച് നാളുകൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതിനുശേഷം ഒരു ഫൈനൽ റൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ ഈ കമ്മിങ് 3-4 months എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റോക്കിലും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇതിൽ കോൾ ഇന്ത്യ 380 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ജനസ് പവർ ആണ്. വാല്യൂഷൻ ഫെയർ ആണ്. 27 and 22 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 40 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ പരിഗണിക്കുമ്പോൾ 1-2 സ്റ്റോക്ക് മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാൻ പറ്റാത്ത സ്റ്റോക്കുകളുള്ളൂ. ബാക്കി ഫാർമയുണ്ട്, ബാങ്കിങ് ഉണ്ട്, IT,
സിമൻറ്റ് എല്ലാ സെക്ടറും ഈ പോർട്ട്ഫോളിയോയിൽ പരിഗണിച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്കും മറ്റ് നിക്ഷേപകർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന സ്റ്റോക്കുകൾ തന്നെയാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. അടുത്ത കത്തിലേക്ക് പോകാം. ശ്രീ ശരത്തിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം, അദ്ദേഹം ഒരു SIP മാതൃകയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 5 വർഷത്തേക്കെങ്കിലും മെച്ചമുണ്ടാക്കാവുന്ന സ്റ്റോക്കുകളാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൈവശം ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 50 ഓഹരികൾ ഉണ്ട്. കൂടുതൽ സ്റ്റോക്കുകൾ നിർദ്ദേശിക്കാവോ? SIP മാതൃകയിൽ ഘട്ടം ഘട്ടമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ലത്. കാരണം എപ്പോഴും വലിയൊരു വോളറ്റിലിറ്റി മാർക്കറ്റിൽ സംഭവിക്കുകയാണ്. അതൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാനും പറ്റില്ല, അനലൈസ് ചെയ്യാനും സാധിക്കില്ല. അപ്പോഴെപ്പോഴും സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള രീതിയിൽ കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റിന് പോകുന്നത് തന്നെയാണ് നല്ലത്. അതിൽ ആദ്യത്തെ ചോയ്സ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ ഫണ്ടമെൻ്റലി സൗണ്ടാണ്, വാല്യൂഷൻ ഫെയർ ആണ്. ദെൻ സൺ ഫാർമ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, അത് SIP ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിൾ ആണ്. അതുപോലെ ആക്സിസ് ബാങ്ക്, അതുപോലെ തന്നെ BPCL പിഡിലൈറ്റ് നമ്മൾ കുറച്ച് മുമ്പ് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ടാറ്റ മോട്ടോഴ്സ് പരിഗണിക്കാം, അശോക് ലെലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം, അതുപോലെ ഐഡിയ. അങ്ങനെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈവൻ ഫെഡറൽ ബാങ്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഒരു 6-7 സ്റ്റോക്ക് അല്ലെങ്കിൽ ഈവൻ ഒരു 10 സ്റ്റോക്ക് വരെ SIP ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. പക്ഷേ നമ്മൾ സെക്ടർ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ സെക്ടറും IT, ഫാർമ, അല്ല ഓയിൽ ആൻഡ് ഗ്യാസ്, എല്ലാ സെക്ടറും ഓട്ടോമൊബൈലൊക്കെ തന്നെ പരിഗണിക്കുന്നത് നന്നായിരിക്കും. ഇതിൽ അദ്ദേഹം ഈ സൺ ഫാർമ, ആക്സിസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, BPCL, ഐഡിയ പോലെയുള്ള സ്റ്റോക്കിൽ ടാറ്റ മോട്ടോഴ്സ് വളരെ ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് ഇപ്പോഴും മൂവ് ചെയ്യുന്നത്. പുതിയ അവരുടെ വെഹിക്കിളൊക്കെ തന്നെ വളരെ നല്ല ബുക്കിംഗ് ആണെന്നാണ്, ഡിസ്കവറിയൊക്കെ നല്ല ബുക്കിംഗ് ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സെയിൽസിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഗ്ലോബൽ സെയിൽസിൻ്റെ ഭാഗമായിട്ടാണ് ആ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നേരിട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ SIP ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ലോങ് ടേം വ്യൂവിൽ നല്ലൊരു ഡിസിഷൻ തന്നെയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ പുതുതായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് തന്നെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ ആ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക, എല്ലാ സെക്ടറും പരിഗണിക്കുക, അതോടൊപ്പം തന്നെ ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുകയാണ്. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asianandnews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭൂനിധൻ മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകും. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.